എൻ്റെ തൊട്ടടുത്ത കടയിട്ടേക്കുന്ന എൻ്റെ അനിയൻ ഈ സ്ഥാപനം 50 വർഷമായിട്ട് എൻ്റെ അച്ഛൻ ഇവിടെ നടത്തിക്കൊണ്ട് പറയുകയാണ്. ഞാൻ ഇവിടെ ടാക്സി വന്നിട്ട് വെട്ടിക്കുകയോ പിടിക്കുകയോ ഒന്നുമേ ചെയ്തിട്ടില്ല. 100% എനിക്ക് ബില്ലാണ്. GSTയിൽ ചെറിയ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അതിന് ഇത് ചെയ്യേണ്ട, കട നടന്നോട്ട് എന്ന് പറഞ്ഞ അവർ ഓർഡർ തന്നിട്ടുണ്ട്, കോടതി ഓർഡറുണ്ട്. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന MRT എന്ന സ്ഥാപനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഈ സ്ഥാപനം ഇപ്പോൾ ഒരു അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. വ്യാജരേഖകൾ ഉപയോഗിച്ചു പ്രവർത്തിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ ഒരു സ്ഥാപനത്തിനെതിരെ വന്നു എന്നതടക്കമുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഇപ്പോൾ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരടക്കം ഇപ്പോൾ ഒരു പ്രതിഷേധത്തിൻ്റെ വക്കിലാണ്. ഈ ഒരു വാർത്തയുടെ സത്യാവസ്ഥ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കാൻ സ്ഥാപനത്തിൻ്റെ ഉടമ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഈ MRT എന്ന സ്ഥാപനം അടച്ചുപൂട്ടി, GST അത്തരത്തിലൊരു ഉത്തരവ്, വിജിലൻസ് അത്തരത്തിലൊരു ഉത്തരവ് നൽകിയെന്നാണ്. എന്താണ് സത്യാവസ്ഥ? അവരല്ല ഉത്തരവ് നൽകിയത്. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത കടയിട്ടേക്കുന്ന എൻ്റെ അനിയൻ ഈ സ്ഥാപനം 50 വർഷമായിട്ട് എൻ്റെ അച്ഛൻ ഇവിടെ നടത്തിക്കൊണ്ട് പറയുകയാണ്. ഞങ്ങൾ 3 മക്കളാണ്. പാർട്ടീഷൻ ഇത് ഇവിടെ നടക്കുന്നുണ്ട്, വിഷയം നടക്കുന്നുണ്ട്. പുള്ളിയെ വന്നിട്ട് 3 വയസ്സിൽ എൻ്റെ വലിയച്ഛനും ഒരാളുണ്ട്. പുള്ളിക്ക് ദത്ത് കൊടുത്തതാണ് 3 വയസ്സിൽ. അവരുടെ കീഴിലാണ് പുള്ളി വളർന്നതും ഇത് ചെയ്തതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതും. പുള്ളിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, കോളേജ് സർട്ടിഫിക്കറ്റ് എല്ലാത്തിലും വലിയച്ഛൻ്റെ പേരാണ് ഇരുന്നത്. ഈ ഇടക്കാലത്ത് അവിടെയുള്ള സ്വത്തുകളൊക്കെ കിട്ടിയതിന് ശേഷം പുള്ളി വന്നിട്ട് ഇതിലോട്ട് ഇത് ചെയ്യാൻ വേണ്ടി ആ പേര് മാറ്റി അച്ഛൻ്റെ പേരിലോട്ട് മാറി ഗസറ്റിൽ ഇത് ചെയ്ത് പുള്ളി മാറിയതായിരിക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയാണ് പുള്ളി അങ്ങനെ ചെയ്തത്. നിലവിൽ ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ്റെ കൂടെ ഞാൻ ഇരുന്നു. അച്ഛൻ്റെ മരണത്തിന് ശേഷം ഈ രജിസ്ട്രേഷൻ എടുക്കാൻ സഹായിച്ചതെല്ലാം പുള്ളിയാണ്. എല്ലാം ചെയ്ത് തന്നിട്ടാണ് ഇപ്പം ഞാൻ ഫേക്കായിട്ട് ഒരു ഇത് കൊടുത്ത് ഇത് എടുത്തു എന്നാണ് പുള്ളിയുടെ ആരോപണം. അങ്ങനെ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഈ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി സഹായിച്ചത് സുവീന്ദ്രനാണ്, എൻ്റെ സഹോദരനായ സുവീന്ദ്രനാണ്. ഇതിനെല്ലാം അന്ന് എൻ്റെ വലിയച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞതിൻ്റെ പേരിൽ പുള്ളി എല്ലാം ചെയ്ത് തന്നു. പക്ഷേ ലെറ്ററായിട്ട് എനിക്കിത് ചെയ്തിട്ടില്ല. അവൻ്റെ അക്കൗണ്ടൻറ്റിനെ വിളിച്ച് എൻ്റെ അക്കൗണ്ടൻറ്റിനെ ഇത് ചെയ്ത് GST ഓഫീസിൽ എന്തൊക്കെ ചെയ്യണോ എല്ലാം അവരായിട്ടാണ് ചെയ്തു തന്നത്. ഇപ്പോൾ വന്നിട്ട് അതിലൊരു തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവരിപ്പോൾ എൻ്റെ GST കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പുള്ളിയുടെ കംപ്ലയിൻറ്റിൻ്റെ പേരിലാണ്, അതിൻ്റെ പേരിലാണ് വിജിലൻസ് വരുന്നത്. പുള്ളിയുടെ കംപ്ലയിൻറ്റിൻ്റെ പേരിലാണ്. ഞാൻ ഇവിടെ ടാക്സി വന്നിട്ട് വെട്ടിക്കുകയോ പിടിക്കുകയോ ഒന്നുമേ ചെയ്തിട്ടില്ല. 100% എനിക്ക് ബില്ലാണ്. ഒരു മാസം ഞാൻ ഇൻപുട്ട് എടുക്കാതെ അടയ്ക്കുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു 50 ലക്ഷം രൂപ വരും. 6 കോടി രൂപ ഞാൻ ഒരു വർഷത്തേക്ക് ടാക്സ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ വിജിലൻസ് ഇവിടെ വന്ന് പരിശോധന നടത്തിയിരുന്നു? നടത്തി. അവരെന്തെങ്കിലും വ്യാജരേഖ കണ്ടെത്തുകയോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമേ ഇത് ചെയ്തിട്ടില്ല, ഒന്നും കണ്ടെത്തിയിട്ടില്ല. അവർ വന്ന സമയത്ത് എൻ്റെ രജിസ്ട്രേഷൻ കട്ടായിരുന്നു, അത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അവരെന്തെങ്കിലും നിർദ്ദേശം, വിജിലൻസ് വന്ന് അന്വേഷണത്തിന് ശേഷം അവരെന്ത് ഇങ്ങനെ നമുക്കൊരു ഇത് കിട്ടി, പരാതി കിട്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സെർച്ച് ചെയ്യണം, എനിക്കതിലൊന്നും ഇതില്ല, എനിക്കെല്ലാം ഫുൾ ബില്ലാണ്, എല്ലാത്തിൻ്റെ സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഇത് ചെയ്തു. അപ്പോൾ ഇത് അടച്ചു പൂട്ടുക എന്ന തരത്തിലൊരു നിർദ്ദേശമൊന്നും നിങ്ങൾക്ക് ഇല്ല, അവർ തന്നിട്ടില്ല. ഇല്ല. നിങ്ങൾ എന്ത് നിയമപരമായിട്ടുള്ള നിങ്ങളുടെ നീക്കം കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയിൽ കാര്യം നമ്മൾ ഇത്രയും ഒന്ന് നേരത്തെ തന്നെ ഇതിൻ്റെ സംബന്ധിച്ച് ജില്ലാ കോടതിയിലാണ് മുനിസിപ്പൽ കോടതിയിൽ ഒരു ഓർഡറുണ്ട്. കാര്യം നേരത്തെ തൊട്ട് പുള്ളി എന്നെ വേട്ടയാടുകയാണ്. ആദ്യം തൊട്ട് ഈ കട തുറന്ന് ഒരു 3 മാസത്തിന് ശേഷം പുള്ളി എന്നെ വേട്ടയാടാൻ തുടങ്ങി. അപ്പോൾ പാർട്ടീഷൻ സൂട്ട് കോടതിയിൽ ഫയൽ ചെയ്തു. അത് ഒരു സൈഡ് അത് നടക്കുകയാണ്. അത് പോയിട്ടാണ് അവിടെ നിന്ന് കമ്മീഷൻ വെച്ചു. കോടതിയിൽ നിന്ന് പുള്ളി വന്നിട്ട് ഒരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് കോടതി കൊടുത്തു. ഞാൻ രവീന്ദ്രനാണ് നടത്തുന്നത് ഇത് ചെയ്തു. എന്നിട്ട് പുള്ളി പറഞ്ഞ് അതിന് റിസീവറെ വയ്ക്കണമെന്ന് പറഞ്ഞ് ഒരാവശ്യം അവിടെ കോടതിയിൽ പറഞ്ഞായിരുന്നു. പക്ഷേ അത് കോർട്ട് അംഗീകരിച്ചില്ല. ഈ നടത്തുന്ന ആൾ നല്ല രീതിയിൽ നടത്തുകയാണ്. 3 മാസം ഒരിക്കൽ നിങ്ങൾക്ക് റിട്ടേണിൻ്റെ ഡീറ്റെയിൽ മാത്രം തന്നാൽ മതി, കട നടക്കട്ടെ. GSTയിൽ ചെറിയ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അതിന് ഇത് ചെയ്യേണ്ട, കട നടന്നോട്ട് എന്ന് പറഞ്ഞ് അവർ ഓർഡർ തന്നിട്ടുണ്ട്, കോടതി ഓർഡറുണ്ട്. അപ്പോൾ ഈ GST റദ്ദാക്കപ്പെട്ട നിലയിലായിരുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ ഒരു റദ്ദാക്കപ്പെടുന്ന രീതിയിലേക്ക്? പുള്ളിയുടെ പരാതിയുടെ പേരിലാണ് അത് ചെയ്തത്. കാര്യം അന്ന് സമ്മതിച്ച് എനിക്ക് എടുത്തു തന്ന പുള്ളി ഇന്ന് വന്നിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വാക്കാല പറഞ്ഞതുകൊണ്ടും വലിയച്ഛൻ പറഞ്ഞാണല്ലോ ഇത് പുള്ളി ഇത് സമ്മതിക്കുന്നത്. വീട്ടിലുള്ള മുതിർന്നവരെല്ലാം കൂടി ഒരു സമ്മതം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. കാര്യം പുതിയ
ഇതാണെങ്കിൽ ഇപ്പം പുതിയ GST എടുക്കുകയോ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ സമയമെടുക്കും. അപ്പോൾ നേരത്തെ എനിക്ക് ബൃന്ദ മെറ്റൽസ് എന്ന് പറഞ്ഞ് ഒരു പേരിൽ ഒരു GST ഉണ്ട്. അത് പുള്ളിയാണ് പറയുന്നത്. ഈ ബൃന്ദ മെറ്റൽ എന്ന് പറയുന്നത് വന്നിട്ട് പുള്ളിയുടെ മകളുടെ പേരാണ്. എനിക്ക് ആ സമയത്ത് കൊച്ചുങ്ങളില്ല. അപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ അനുസരിച്ചിട്ടുള്ളൂ. പുള്ളി എന്തുണ്ടെങ്കിലും പുള്ളിയുടെ അടുക്ക ചോദിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. സുബീന്ദ്രൻ്റെ അടുക്ക നേരത്തെ, ഇപ്പോൾ ഉള്ള കാര്യമല്ല, നേരത്തെ. പിന്നെ പുള്ളി ഇപ്പോൾ എനിക്കെതിരായിട്ടാണ് ബാക്കിയുള്ള കാര്യം. അന്ന് എല്ലാം നടത്തി തന്നിട്ട് ഇപ്പോൾ എനിക്കെതിരായിട്ടാണ് എല്ലായിടത്തും ചെന്ന് പറയുന്നത്. സ്വത്ത് കംപ്ലീറ്റ് എൻ്റെ കയ്യിലാണ്, പുള്ളിക്ക് ഒന്നുമേ ഞാൻ കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ള രീതിക്കാണ് പുള്ളി ഇത് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ പുള്ളി എൻ്റെ MRTയിലുള്ള സ്വത്തിൽ 50% പുള്ളിയുടെ കയ്യിലാണ്, പുള്ളിയുടെ കയ്യിലാണ്. അപ്പം പുള്ളി സേഫായി. അപ്പം എന്നെ അടപ്പിച്ചാൽ പുള്ളി വിചാരിക്കുന്ന കാര്യം നടക്കും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പുള്ളി ഈ കാര്യം ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നം എപ്പോൾ മുതലാണ് തുടങ്ങിയത്? അച്ഛൻ്റെ മരണത്തിന് ശേഷം. എന്താണ് പുള്ളിയുടെ ലക്ഷ്യം? പുള്ളിയുടെ ഇത് ഇപ്പം നിലവിലുള്ള സ്വത്തിൽ പുള്ളിക്ക് 70% വേണം. അതാണ് പുള്ളിയുടെ ആവശ്യം. അതിന് കോംപ്രമൈസിന് സംസാരിക്കാൻ പല ആളുകളും വന്നു. പക്ഷേ പുള്ളിയുടെ ഡിമാൻഡ് കേട്ടിട്ട് ഇതാരും ഒരുത്തരെ കൊണ്ട് ഇത് തീർക്കാൻ പറ്റുന്ന ഇതല്ല. ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ എനിക്ക് അല്പം സ്വല്പം അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ പുള്ളി അതിന് വില്ലിങ് അല്ല. കാര്യം എൻ്റെ ഭാഗത്തുള്ള ന്യായം എന്ന് പറഞ്ഞാൽ നേരത്തെ 50% ഇത് വാങ്ങിച്ചത് കൊണ്ടാണ് എനിക്ക് കട തുറക്കാനുള്ള ഇത് പുള്ളി തന്നത്. മെയിനായിട്ടുള്ള കാര്യം വലിയച്ഛൻ്റെ പേരിലുള്ളത് ഈ കടയിൽ നിന്ന് സമ്പാദിച്ച ഇതിൽ വലിയച്ഛൻ്റെ പേരിലും എൻ്റെ പേരിലും ഇങ്ങനെ പല സ്വത്തുക്കളും ഉണ്ടായിരുന്നു. ഇതെല്ലാം പുള്ളിക്ക് ഞാൻ ഇതായിട്ട് എഴുതി കൊടുത്തിട്ടില്ല. വിൽക്കുന്ന പാർട്ടിക്ക് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. പുള്ളി ഇപ്പം പറയുന്നത് എനിക്കൊന്നും എഴുതി തന്നിട്ടില്ല. അപ്പോൾ ആർക്കാണോ പുള്ളി വന്നിട്ട് റിയൽ എസ്റ്റേറ്റാണ്. അപ്പോൾ എൻ്റെ പേരിലൊക്കെ വാങ്ങിച്ച ഇതിന് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയപ്പെടുന്നത് പോലെ വിജിലൻസ് ഇവിടുന്ന് വ്യാജരേഖ കണ്ടെത്തുകയോ അല്ലെങ്കിൽ നിന്ന് കൃത്രിമത്വം നടത്തിയിട്ടൊന്നും ഇല്ല, അങ്ങനെ ഒന്നുമേ ചെയ്തിട്ടില്ല. അവർ വന്ന് എൻ്റെ കയ്യിൽ അതിനുള്ള സ്റ്റാക്കിനുള്ള രേഖ ഉണ്ട്, ഇത് ചെയ്ത് ചെക്കിംഗ് ഒക്കെ നടത്തിയിട്ട് പോയി, അത്രയേ ഉള്ളൂ. GST പരമായിട്ടും ഒക്കെ എല്ലാം ഇപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം ഈ ഒരു സ്ഥാപനം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഈ അടച്ചിടൽ എത്ര ദിവസം ഉണ്ടാകും? ഇപ്പോൾ 5 ദിവസമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. 5 ദിവസമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു 10-60 കൂടുതൽ സ്റ്റാഫ് ഉള്ളതാണ്. അവർക്ക് ഞാൻ ശമ്പളം കൊടുക്കേണ്ടതാണ്. കടയും അടച്ചിട്ടിട്ട് എനിക്ക് അത്രയ്ക്കുള്ള ബാക്കപ്പ് ഒന്നും എൻ്റെ കയ്യിലില്ല. കാര്യം പുള്ളി സേഫ് ആയതുകൊണ്ടാണ് എന്നെ ഇതിനെ അടപ്പിച്ചിട്ട് ഇതിനെ സമ്മതിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്യുന്നത്. ഇത്രയും ദിവസം കട അടച്ചിടുമ്പോൾ അവരെ വലിയ രീതിയിൽ ബാധിക്കും, ഉറപ്പാണ്. മറ്റ് നീക്കങ്ങൾ എങ്ങനെയാണ്? നിയമപരമായിട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കാര്യം നേരത്തെ എനിക്ക് കിട്ടിയ ഒരു കോടതി ഓർഡറുണ്ട്. അത് വെച്ചിട്ടും എൻ്റെ ഭാഗത്തുള്ള ന്യായങ്ങളെല്ലാം വക്കീലിൻ്റെ അടുക്ക പറഞ്ഞും കേസ് ചിലപ്പോൾ നാളെയോ മറ്റൊരാളോ കോടതിയിൽ വരും. അത് ഒരു സൈഡ്. അല്ലാതെ ഇവർക്ക് എനിക്ക് എങ്ങനെ വെച്ചുകൊണ്ട് കടയും അടച്ചിട്ട് ഇവർക്ക് എങ്ങനെ ഞാൻ ശമ്പളം കൊടുക്കാൻ പറ്റും? ഈ തുറന്ന് പ്രവർത്തിച്ച എന്താണ് പ്രശ്നം? കാരണം ഇപ്പോൾ വിജിലൻസ് അങ്ങനെ പൂട്ടണമെന്നൊരു നിർദ്ദേശം തന്നിട്ടില്ലല്ലോ. പുള്ളി കൊടുത്ത കംപ്ലൈൻറ്റിൽ എൻ്റെ GST അവർ കട്ട് ചെയ്തു. എവിടെ? ഓഫീസിൽ, GST ഓഫീസിൽ അവർ കട്ട് ചെയ്തു, കംപ്ലൈൻറ്റിൻ്റെ പുറത്ത്. അല്ലാതെ വേറെ ഒരു ഇതും ഇതിലില്ല. അതല്ലേ പ്രവർത്തിച്ചുകൂടാന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഒരിക്കൽ GST വന്നിട്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അനുവാദം ഇല്ലാതെ തുറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം മിണ്ടാതിരുന്നത്. പുള്ളി ഇന്നലെ ഒരു പത്രപ്രസ്താവന നടത്തി. അതിൽ പറഞ്ഞതെല്ലാം കള്ളങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ ഭാഗത്തുള്ള ന്യായം പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് സംഘടിച്ചതും. പിന്നെ സ്റ്റാഫുള്ള കാര്യം, ഇത്രയും സ്റ്റാഫുകൾ എനിക്ക് എത്ര ദിവസം എന്ന് പറഞ്ഞാൽ കടയും അടച്ചിട്ടിട്ട് അവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റും? അതാണ് എൻ്റെ ഭാഗത്തുള്ളത് ഇത്. പിന്നെ എനിക്ക് ഓടിയുണ്ട്, ഒരു 3.5 കോടി രൂപ അടുപ്പിച്ച് ഓടി എടുത്തിട്ടുണ്ട് ബാങ്കിൽ നിന്ന്. പിന്നെ ഇത്രയും സ്റ്റാഫൊക്കെയുള്ള കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം. ഡീലേഴ്സിന് പേയ്മെൻറ്റ് ഒരു 3-4 കോടി രൂപ എനിക്ക് അങ്ങോട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നത്തെ സിറ്റുവേഷൻ എനിക്ക് കട തുറക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം ബ്ലോക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇതായിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കേസ് നീണ്ടുപോകുന്നതിനനുസരിച്ച് ഈ കട അടച്ചുപൂട്ടലും നീണ്ടുപോകും. അപ്പോൾ ഉറപ്പായിട്ടും അവരെ ബാധിക്കുന്നതാണ്. ശരിക്കും ഈ ഒരു പ്രശ്നം നിങ്ങളെയും സാരമായിട്ട് ബാധിക്കുന്നുണ്ടല്ലേ? ഒരുപാട് ബാധിക്കുന്നുണ്ട്. നമ്മളെ ചോറാണ് മേഡം ഈ കട. നമുക്ക് വേറെ മാർഗ്ഗമില്ല, ജോലികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അന്നമാണ് ഈ കട. സാറും മേഡം ഒക്കെ നമ്മളെ ദൈവമായിട്ടാണ് നമ്മളിപ്പോൾ നമ്മൾ അതുകൊണ്ടല്ലേ ജീവിക്കുന്നത്. ഒരുപാട് സങ്കടമുണ്ട്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പൺ ആവണം. ഈ വിജിലൻസ് പരിശോധന നടന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു? ഈ പറയപ്പെടുന്ന രീതിയിൽ ഒരു വ്യാജരേഖ കണ്ടെത്തുക അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ല. അവർ പറഞ്ഞതനുസരിച്ച് എല്ലാ ഏരിയകളും അവർ ഓപ്പൺ ചെയ്ത് നോക്കി. വേറെ തെറ്റായിട്ടൊന്നും പറഞ്ഞതായിട്ട് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങളേറ്റവും വലിയ രീതിയിൽ തന്നെ ഇത് ബാധിക്കുന്നു.
ഞങ്ങളെ ബാധിക്കുന്നു. കാരണം ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്, ഇത്രയും 60 സ്റ്റാഫുകളും. കാരണം മറ്റ് സ്ഥാപനങ്ങളെ പോലെയല്ല ഇവിടെ ഞങ്ങൾക്ക് PF ES ഞങ്ങൾക്കുള്ള ഭക്ഷണം, വസ്ത്രം, ഇതെല്ലാം ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഈ സ്ഥാപനം. MRT എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആശങ്കയുണ്ടല്ലോ ഇനി എത്ര ദിവസം കേസ് വീണ്ടും ആണ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കട ഓപ്പൺ ചെയ്ത് തരണമെന്നാണ് ഞങ്ങളുടെ കടയിൽ നിലവിലൊരു 10-60 സ്റ്റാഫിൽ കൂടുതലുണ്ട്. അതിൽ തമിഴ്നാട്ടിലുള്ളവരുണ്ട്, അങ്ങോട്ട് വടക്കോട്ടുള്ളവരുണ്ട്, ഇവിടെ ഉള്ള ആളുകളുണ്ട്. മെജോറിറ്റി കൂടുതലും കേരളത്തിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഞാൻ കടയെ അടച്ചിട്ടിട്ട് എങ്ങനെ എന്നെ കൊണ്ട് ശമ്പളം കൊടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അത് അവർ ഇതുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതില്ലാത്തവർക്ക് ഞാൻ സ്റ്റേ സംവിധാനമൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. കുറേ പേര് അവരുടെ വീട്ടിൽ പോകുന്നവരാണ്. കുറച്ച് പേര് മാത്രം ഇവിടെ കിടക്കുന്ന കുറച്ച് പേർക്ക് ഞാൻ അതിനുള്ള സംവിധാനം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. அது அப்பா இருக்கிற கடையை இவனுக்கு தான் கொடுத்தது. எல்லாருக்கும் தனித்தனியாக கடை இருக்குது. அப்புறம் இதையும் எடுக்கலான்னு வரான், கடையை பூட்டி போட்டிருக்கான். അപ്പോൾ രവീന്ദ്രന് MRT കൊടുക്കുന്നു, സുവീന്ദ്രന് ആ ഒരു SRT കൊടുക്കുന്നു. ஆமாம், அப்படி தான் கொடுத்துருக்கு. അപ്പോൾ ഇപ്പോൾ സുവീന്ദ്രൻ ശ്രമിക്കുന്നത് ഈ MRTയും കൂടി எடுக்கிறது. அவன் எல்லாம் ஒத்தையிலேயே தங்கலான்னு நினைக்கிறான். ഇത് എത്ര വർഷമായി ഇവർക്കിടയിൽ ഈ ഒരു പ്രശ്നം ഇങ്ങനെ? வருஷம் இப்போ 3-4 வருஷமாக தான் இப்படி ரொம்ப பண்ணுறான். எங்களை தாங்க முடியல. ഈ സുവീന്ദ്രൻ രവീന്ദ്രൻ ഇവർക്കിടയിൽ ഒരു പ്രശ്നം അതിപ്പോൾ ഈ ഒരു വലിയൊരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും അമ്മയ്ക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? കട തിരക്കണമെന്നല്ലോ, കടയെ തിരക്കണം. ശരിക്കും ഇത്തരത്തിലൊരു മലയാളം தெரியாது. ഈ ഒരു വിഷയത്തിൽ ഈ സഹോദരങ്ങൾ തമ്മിലുള്ളൊരു പ്രശ്നത്തെക്കുറിച്ച് என்னது சொல்லணும், நீங்கள் என்ன சொல்லுவீங்க? கடை திறக்கணும், எனக்கு வேற என்ன சொல்லுவேன். இந்த இது கையெழுத்து யார் போட்டான்னு கேட்க. கையெழுத்து நான் போட்ட கையெழுத்து தான். എന്ന് വെച്ചാൽ അമ്മ പറയുന്നത് അച്ഛൻ്റെ സ്ഥാനത്തിലിരുന്ന് ഒപ്പ ഇട്ടത് അമ്മയാണ്. അവർ പറയുന്ന ആ ഡോക്യുമെൻ്റ് ഫോർജറിന്ന് പറയുന്ന ഡോക്യുമെൻറ്റിൽ അമ്മയാണ് അച്ഛൻ്റെ സ്ഥാനത്തിൽ നിന്ന് ഒപ്പിട്ടത്. നമ്മളാരും ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ അതാണ് അമ്മ പറയുന്നത്. கையெழுத்து நான் தான் போட்டது. ഇപ്പോൾ ഈ സുവീന്ദ്രൻ ഈ ഒരു കടയും എടുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അമ്മയ്ക്ക് എന്താണ് പറയുന്നത്? கடையை அவன் எடுக்கணும்னு எப்பத்துலேருந்து நினைக்கிறான்னு கேட்குறாங்க. அவன் அப்பா இறந்ததுலேருந்து நினைக்கான். അച്ഛൻ മരിച്ചതിലിരുന്നേ അവൻ ഇതിനു വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അത് സിവിൽ കേസസിൽ അവന് പറ്റിയില്ല. എന്ന് വെച്ചാൽ സിവിൽ കേസസിൽ അവന് പറയുന്ന കേസ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അവന് ഇതുവഴി പോയി GST വഴി പോയി ആവശ്യമില്ലാത്ത ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. ഫേക്കായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അവന് കൊടുത്തു. നമ്മൾ ഈ വർഷം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതാക്കി.